ഹലോ ഹായ് നമസ്കാരം, ഞാൻ ഉമാർ. നമസ്കാരം. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തെന്താ വെച്ചാല് കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് കണ്ടു, അശ്വന്ത് ഗോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയ അപൂർവം ചില നിമിഷങ്ങളിലും അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. തലേ ആ വരുന്നതൊരു പണിയാണെന്നാ തോന്നുന്നത്. അപ്പൊ ഈ അശ്വന്ത് ഗോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അശ്വന്ത് ഗോക്ക് ഇനിയായിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട്. ചങ്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. എന്താണ് എനിക്കും ജീവിക്കണ്ടോ അച്ഛൻ? അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് ഗോക്കിന്റെ അടുത്ത് പറഞ്ഞു എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട. അപ്പൊ അശ്വന്ത് പറഞ്ഞു അതാ നല്ലത്, കാരണം ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ. ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. രസം. അവന്റെ മുഖം തന്നെ കണ്ട, അവന്റെ മുഖം ഇങ്ങനെയാ, പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. എന്റെ രീതി ഇങ്ങനെയാ. പോണ പോക്കിലെല്ലാം തൊലയിട്ടേന്ന് കരുതി കാണും. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ. ഇവൻ പറഞ്ഞ റിവ്യൂവില് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സില്. ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞില്ല. കാരണം എന്താ, ഇവരൊക്കെ ഫ്രണ്ട്സാ. എന്താ കാര്യം? പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഇവന്റെ പരിപാടി എന്താ, ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ. സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്താ, അപ്പൊ കൊറേ ശ്രദ്ധ കിട്ടും. എടാ, സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. അതിന്റെ അടുത്ത് ചോദിക്കാൻ അറിയാൻ പാടില്ല. ഇവിടെ നമ്മൾ തമ്മിലൊരു കച്ചവടം നടക്കുന്നത് മിണ്ടാണ്ടിരുന്നേ. നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. മനസ്സിലായ? ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായടാ? അവനവന്റെ സ്വന്തം കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കും. നീ കളിയൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? ഒന്നും വിചാരിക്കരുത്, എന്റെ ഒരു ഗതികേട് കൊണ്ടാ. എല്ലാരും ഗതികേട് കൊണ്ട് തന്നെയാ. അപ്പൊ നമ്മൾ നിന്നെയൊക്കെ അംഗീകരിക്കാം. കേട്ടാ ഷസാമേ? നീയാണല്ലോ കോടതി. ഓടാമയില് ഈ ഷസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറെ പിള്ളേരെടുത്ത് പോയി ട്രോളിപ്പ് എന്താ പറഞ്ഞ, ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തതാ. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. ആ വീഡിയോസ് ഒന്ന് വൈറലാവാൻ വേണ്ടിട്ട്. എടാ, നിന്റെ അഭിനയതല്ലടാ, അല്ലെങ്കിൽ നീ ഒന്ന് കാണിക്കുക. ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്കുക. എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള്. എടാ, ഒരു വിഡ്ഢി സ്വയം പുകഴ്ത്തും, ഒരു ബുദ്ധിമാൻ വിഡ്ഢിയെ പുകഴ്ത്തും. നിന്റെ കാര്യത്തിൽ രണ്ടും കറക്റ്റ്. മനസ്സിലായ? നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ. ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെ എടുത്തിട്ട് ഇവനെ ട്രോളിപ്പോ, ഞാനത് ട്രോളാൻ വേണ്ടിട്ട് ഇട്ട വീഡിയോ ഒന്ന് കണ്ട ഈ അലവരാതിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ വാ.